ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അപ്പൂൻ്റെ സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാനും സ്വത്തും കൂടിയിട്ട് ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഇത് പോവുകയാണ്. അപ്പോഴേക്കും ഏട്ടൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി ഞങ്ങൾ സ്കൂളിലെത്തി. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ എത്തിയത്. പ്രസംഗം കഴിഞ്ഞതും തുടങ്ങി പരിപാടി. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് എന്താണ് കടയിൽ പോയിട്ട് ഓരോ സാധനം മേടിക്കാനോ അല്ലെങ്കിൽ കടയിൽ ഇങ്ങനെ പൈസ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വാങ്ങണം ഇത്ര കൊടുക്കണം എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇത് ഓരോ കുട്ടികളും ഓരോ കടകൾ ഇങ്ങനെ വെക്കണം, അതൊക്കെ കൊടുക്കണം, ഇങ്ങനെ സാധനങ്ങൾ ചോദിക്കുന്നവർക്ക് കൊടുക്കണം, ഇത്ര കൊടുക്കണം, കാശ് തിരിച്ച് വാങ്ങണം എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു പരിപാടി. ഇത് ഞാൻ കാണാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സ്വർണ്ണം വെള്ളിയൊക്കെ കഴുകുന്ന ഒരു സോപ്പ് പോലെയുള്ള ഒരു സാധനമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് കൃഷി ചെയ്യുന്നത്. ഇതെല്ലാം ബസാല പറഞ്ഞൊരു കറി വെക്കണ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഒരു കെട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറി വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടത് നേരെ ഇത് പൊരി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ മേടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഇതൊക്കെ ഇല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ച ഓർമ്മകളാണ് കേട്ടോ. അതെന്താണ് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അതങ്ങനെ എനിക്ക് കാണാൻ കിട്ടുന്നുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ എന്താണ് പയർ, ഇതൊക്കെ വീട്ടിൽ തന്നെ ഇവർ കൃഷി ചെയ്തുണ്ടാക്കണതാണ് കേട്ടോ. അത് ഈ സാധനം കേട്ടോ, ഈ ബോൾ പോലത്തെ അതിൻ്റെ പേര് എന്താണ്, സുറ എന്നാണ് കേട്ടോ പേര് പറയുന്നത് തുളുനാട്ടിൽ. ഇത് കഞ്ഞിയും പായസവും ഒക്കെ വെച്ച് കഴിക്കും. നമുക്ക് ബോഡിക്ക് നല്ല ഹീറ്റ് ടൈമിലൊക്കെ നമുക്ക് അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ അത് മസാല, അത് വാഴപ്പൂ, വെറ്റില, അങ്ങനെ പലതരം ഞാൻ കാണാത്തത് കുറേ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ ഇവിടെ വീടുകളിൽ വെച്ചുണ്ടാക്കുന്നതാണ്. എന്താ പറഞ്ഞാൽ ഒരു തക്കാളി പിന്നെ വലിയ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാം തന്നെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. എന്താ ബോളി അടക്കം അവർ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ബോളി, പിന്നെ എന്താണ് ഗോതമ്പ് ഹൽവ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ അപ്പൂൻ്റെ സ്കൂള്. ഇഷ്ടം പോലെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ച് വില കമ്മിയിലും കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം മേടിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് ഒരു കെട്ട് ചീര കിട്ടും, ഫ്രഷ് ചീര. അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കുരങ്ങന്മാരിൻ്റെ സംസ്ഥാന സമ്മേളനം. അങ്ങനെ അതൊക്കെ കണ്ട്